നമസ്കാരം. ഈ മാസം 22 മുതൽ ഡിസംബർ 31 അർദ്ധരാത്രി വരെ നടക്കുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ കുടുംബശ്രീക്കും സ്റ്റാളില്ല. ബീച്ച് ഫെസ്റ്റിവലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഈ വിഷയവും ചർച്ചയിലെത്തുന്നത്. പരാതിയും ജില്ലാ ഭരണകൂടത്തിന് മുന്നിലെത്തി. ചെമ്മനാട് CDS ആണ് ADMന് പരാതി നൽകിയത്. ബീച്ച് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് വിൽപ്പന കുടുംബശ്രീയുടെ യാത്രാശ്രീക്കാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ചെമ്മനാട് പഞ്ചായത്തിലെ കുടുംബശ്രീ CDS തങ്ങൾക്ക് പോപ്കോൺ വിൽക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കരാർ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്നവരെ കണ്ടെങ്കിലും സ്റ്റാൾ അനുവദിച്ചില്ല. മാത്രമല്ല, സ്റ്റാൾ അനുവദിക്കണമെങ്കിൽ 20 ലക്ഷം രൂപയോളം നൽകണമെന്ന് പാർക്ക് നടത്തിപ്പ് അവകാശം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ലത്തീഫ് ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട്. ഇതേ തുടർന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കളക്ടറേറ്റിലെത്തി ADMന് പരാതി നൽകിയത്. ഇതിനിടയിലാണ് BRDCക്ക് അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്ന് സ്വന്തം നിലയിൽ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് CPM ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് തന്നെ നോട്ടീസ് നൽകിയത്. നിലവിൽ BRDCയും സ്വകാര്യ വ്യക്തികളായ അനസ്, ലത്തീഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ദേശലക്ഷ്യം വലിയ വിവാദത്തിലായേക്കാമെന്ന തിരിച്ചറിവാണ് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടാനുണ്ടായ കാരണം. എന്നാൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് നിർമ്മാണം തുടരാനും പഞ്ചായത്ത് നോട്ടീസിനെ ചവറ്റുകുട്ടയിലേക്ക് ഇടാനും ആവശ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ പഞ്ചായത്ത് നൽകിയ നോട്ടീസിന് പുല്ലുവില നൽകി നിർമ്മാണ പ്രവൃത്തി വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻ SFI നേതാവും മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫ് അംഗവുമായിരുന്ന ഷിജിനാണ് BRDC MD. അതുകൊണ്ട് തന്നെ പഞ്ചായത്തും പരിമിതിയിലാണ്. നിലവിൽ പദ്ധതി പ്രദേശത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങളും ടെൻഡർ ഇല്ലാത്ത വീതം വെച്ചതായും ആരോപണമുണ്ട്. മാത്രമല്ല, ബേക്കൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഇവന്റ് നടത്താൻ നേരിട്ട് ടെൻഡർ വിളിച്ചതായും ഇതിൽ കൃത്രിമം നടത്തി കേട്ടുകേൾവിയില്ലാത്ത ഒരു ഇവന്റ് കമ്പനിക്ക് പരിപാടി നടത്താനുള്ള ടെൻഡർ നൽകിയെന്നുമാണ് പറയപ്പെടുന്നത്. ഇതോടെ BRDC ജീവനക്കാർ രണ്ട് തട്ടിലായിരിക്കുകയാണ്. അന്വേഷണം ഉണ്ടായാൽ തങ്ങൾ പ്രതികളാകുമെന്ന ചിന്തയാണ് ജീവനക്കാർ രണ്ട് ചേരികളാകാൻ കാരണം. മാത്രമല്ല, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ബിനാമി കമ്പനിയാണെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്നത് MD നേരിട്ടാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യമായ അഴിമതി പ്രവർത്തനങ്ങൾ സർക്കാരിനെ ബാധിക്കുമെന്ന് CPM പ്രാദേശിക നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് CPM ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് BRDCക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ അഴിമതി ആരോപണം ഉയർന്ന വിവാദമായ ബീച്ച് ഫെസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്തുവെന്നാണ് പള്ളിക്കരയിലെ പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗവും ആരോപിക്കുന്നത്. അതേസമയം പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബേക്കൽ ബീച്ചിൽ നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ നിയമ നടപടികളുടെ ഭാഗമായി ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പഞ്ചായത്ത് അന്ത്യശാസനം നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് BRDC. കഴിഞ്ഞ ദിവസം നടന്ന പള്ളിക്കര പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. നേരത്തെ അനധികൃത കെട്ടിട നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിക്കര പഞ്ചായത്ത് സെക്രട്ടറി BRDCക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിന്റെ ബലത്തിൽ ഇതിന് പുല്ലുവില കൽപ്പിച്ചു എന്നതാണ് ആരോപണം. തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് BRDCയും സ്വകാര്യ വ്യക്തിയും അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇതിനു പിന്നിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. ഇതിനു പിന്നാലെയാണ് പഞ്ചായത്ത് നടപടികളുമായി എത്തിയത്. എന്നാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ നിർദ്ദേശങ്ങൾ BRDC പാലിക്കുന്നില്ല, മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. BRDC സ്വന്തം ചെലവിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം CPM ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് ഭരണസമിതി അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനുള്ള ചെലവ് BRDC വഹിക്കണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായാണ് പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തെ അറിയിച്ചത്.